അപ്പോൾ ഹരിയർ ഫോർട്ടിലേക്കുള്ള നമ്മൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ വെച്ച് നമ്മൾ ത്രയംബകേശ്വരിൽ നമ്മൾ നമ്മൾ നാളെയാണ് എന്ത് ഹരിയർ ഫോർട്ടിൽ ട്രെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ത്രയംബകേശ്വരിൽ റൂമൊക്കെ എടുത്തൊന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ മാർക്കറ്റിലേക്ക് ഇവിടെ നിന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് ആദ്യം. ഇവിടെയൊക്കെ മാർക്കറ്റിൽ ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സും ഉണ്ട്. അതിൽ ഞാൻ കാണാത്ത തന്നെ പലതരം പച്ചക്കറി ഐറ്റംസും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഓഫീസുകളിലുള്ള പോലെ കറങ്ങുന്ന കസേരയിലൊക്കെ ഇരുന്നിട്ടാണ് ഇവിടെ വിൽക്കുന്നത് കേട്ടോ. ഇപ്പോഴാണ് അവിടുന്ന് നാട്ടിൽ നിന്ന് ട്രെയിൻ വന്നു, പിന്നെ അവിടുന്ന് മെമ്മൂന് വന്നു, പിന്നെ അവിടുന്ന് വേറൊരു ട്രെയിനിന് വന്നു, അല്ലെങ്കിൽ കൂടി നാസിക്കിലെത്തി. നാസിക്കിൽ നിന്ന് പിന്നെ ബസ് പിടിച്ചിട്ട് ഇപ്പോൾ ഇവിടെയാണ് എത്തിയത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഏകദേശം ഈവനിങ് ആയി. അപ്പോൾ എത്തിയ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പം ഒന്ന് നമ്മൾ റൂമിൽ നിന്ന് എടുത്ത് കുളിച്ച് ഫ്രഷായിട്ട് ഒന്നിങ്ങോട്ടൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു വെഹിക്കിൾ കണ്ട ഒരു അമ്പലത്തിൻ്റെ ഒരു കുളമാണ്. അപ്പോൾ ഇവിടുന്ന് പോലും ഗോദാവരി നദി വരുന്നത് എന്താ പറയുക, ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടുന്നാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ മലമുകളിൽ നിന്ന് അങ്ങനെ എന്തോ ആയിട്ടാണെന്ന് പറയുന്നത്, കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വൈകുന്നേരം ഇപ്പോൾ ആൾക്കാരോ കാര്യങ്ങളൊന്നും അധികം ഇല്ല കേട്ടോ. പക്ഷേ നല്ല ഒരു ഫീൽ ഉണ്ട് ഇവിടെ വെഹിക്കിൽ കാണുന്നത്. നിങ്ങൾ നല്ലൊരു അരയാൽ തറ കാര്യങ്ങൾ എന്താ പറയുക, ഇവരുടെ മുമ്പിൽ ഇങ്ങനെ കുളം, അവിടെ പണ്ട് കാലത്തുള്ള പോലത്തെ എന്താ പറയുക കോവിലുകൾ പോലത്തെ ഇത് കല്ലിനെ കൊണ്ടുണ്ടാക്കി. അപ്പോൾ അതൊരു വേറൊരു ഫീലാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതായത് ത്രയംബകേശ്വര ശിവൻ്റെ ടെമ്പിളിൽ പോയിട്ട് നമ്മൾ ശിവനെ കാണുന്നതിന് മുമ്പ് ഈ കുളത്തിൽ വന്നിട്ട് നമ്മൾ മുങ്ങി കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാവങ്ങളൊക്കെ തീരുന്നുള്ളൊരു ഐതിഹ്യം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ കുളത്തിൽ വന്നിട്ട് കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ഒരുമിച്ചിട്ട് ദീപം ഈ കുളത്തിലേക്ക് ഒഴുക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ആചാരം കൂടി ഇവിടെ കാണുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു വന്നേരം ഇതിൻ്റെ അടുത്തൊരു ഷോപ്പ് കണ്ടേ. ഇത് സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പാണ്, നിങ്ങൾ ബേക്കിൽ കാണുന്നില്ലേ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പഴയ കാലത്തുള്ളൊരു ഷോപ്പാണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് നോക്കാം, ഇവിടെ എന്തെല്ലാം ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം സ്വീറ്റ്സ് ഉണ്ട്. നമ്മൾ എന്താ പറയുക ഗുലാബ് ജാമുനിൽ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പേര് കേട്ടതാണ് എന്താണെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് വളരെ കാലമായി ഇതിൻ്റെ ബിൽഡിങ്ങൊക്കെ കണ്ട്. ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കാം, സംസാരിക്കൊന്നും അറിയില്ല. भैया स्पेशल है, स्पेशल। इस शॉप है किधर, कितना ईयर्स में स्टार्टिंग हाँ 80 साल इंग्लिश 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 90-35 इधर से പറഞ്ഞ പോലെ എൻ്റെ ഊഹം തെറ്റിയില്ല കേട്ടോ. 1935 എന്ത് ചെയ്തത് ഇവർ സ്റ്റാർട്ട് ചെയ്തത് ഈ ഷോപ്പ് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇവിടെ സ്വീറ്റ്സിൻ്റെ കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്നുള്ളതൊന്ന് കഴിച്ചു നോക്കാം. കേരള സൈ हाँ भैया कितना में प्राइस 1 प्लेट 1 piece okay give me 1 piece that one 4 piece रहता है അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കുന്നതാണ്. ഇവിടുത്തെ ഗുലാബ് ജാമുൻ ഒന്നിന് 10 രൂപ കേട്ടാ. ചൂടുണ്ട്, ഓവർ മധുരമൊന്നുമില്ല കേട്ടോ. രസമുണ്ട് സംഭവം. മറ്റുള്ള ഗുലാബ് ജാമുനെല്ലാം ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള ചീഞ്ഞു പോയ പോലെയുണ്ട്. നല്ല രസമുണ്ട് കഴിക്കാൻ കേട്ടോ. വെറുതെ പറയുന്നില്ല, രസം കാണുന്നുണ്ട്. ഇവിടെ നല്ലോണം മൂവിങ് ഉണ്ട്. അതായത് ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കും. ഓവർ റഷിലാകുന്നുണ്ടെങ്കിൽ നല്ലോണം സാധനം ചിലവാകുന്നുണ്ട് ഇവരായിക്കൊണ്ടിരിക്കുന്നത്. അച്ഛാ എടുത്ത് ഇത് ഭയ്യ ഞാൻ കാ ഹെ സ്വീറ്റ്സ് കോബ്രാവാളി മോന്താൽ എന്തെല്ലാം പറയുന്നുണ്ട്. സംഭവം സ്വീറ്റ്സ് ആണ് ഭയ്യ. 1 more വീഡിയോ. ഇതാണ് നമുക്ക് വീഡിയോ എടുത്തിരുന്ന ഭയ്യാട്ടാ. ഈ ചങ്ങയാണ് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുള്ള വേണ്ട. ഓക്കെ ഭയ്യ. ഓക്കെ കൈ വേറെ ഫിംഗർ ആ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പേര് നാം കാ ഹേ ഭയ്യ? 1 more
മോന്താൽ മോന്താൽ നമ്മൾ മൈസൂർ പാക്കില്ല മൈസൂർ പാക്കല്ല അതേപോലെ മൈസൂർ പാക്ക് നെയ്യേ ഇവിടുത്തെ ഫേമസാ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കുഴപ്പമില്ല ബർഫി എല്ലാം കൂടി മേടിക്കാനില്ല മേടിച്ചിട്ട് സ്വീറ്റ്സ് അല്ലേ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഒക്കെ തന്നിട്ട് എൻ്റെ ഓഫർ മീഷോട്ടിൽ ബർഫി നമുക്ക് ടേസ്റ്റാണ് ഇത് സാധാരണ ഒരു സാധനം ബർഫീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ അതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് പറയാൻ മാത്രമുള്ള ഒരു ഇതായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ നാച്ചുറലായിട്ട് എന്താ പറയുക അധികം എസൻസോ കാര്യങ്ങളൊന്നും ഇവർ ചേർക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ജിലേബിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ജിലേബി പീസിനും 10 റുപ്യ കേട്ടോ. പറയാൻ മാത്രമൊന്നുമില്ല, നമ്മൾ നാളിലെ ഗാജരി പോലെ തന്നെ. അത് ജിലേബിയല്ല, ഗാജരി എന്നായിട്ട് തന്നെ പറയാം. അപ്പോൾ ഇതിന് 10 റുപ്യ. ഓക്കെ, നാട്ടിൽ അതേപോലെ തന്നെ നാട്ടിൽ അത്ര ടേസ്റ്റായിട്ടായിട്ട് തോന്നില്ല. എനിക്ക് ഗുലാബ് ജാമുൻ ഏറ്റവും ഇഷ്ടമായിട്ടാണ് തോന്നില്ല കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുല്ലുമുട്ടായും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പുല്ലുമുട്ടായി ഇവർ ഇവിടുന്ന് ഉണ്ടാക്കി ഞാനിവിടുന്ന് കൊണ്ടുവരുന്നത്. പക്ഷേ എന്നാലും ഇവിടുത്തെ എന്താ പറയുക, നമ്മൾ ഈ നാട്ടിലെ പുല്ലുമുട്ടായി എങ്ങനെ ഉണ്ടാവുമോ, ഞാനിപ്പം കഴിക്കുന്നില്ല, ജസ്റ്റ് കണ്ടനൊന്ന് മേടിച്ച് വെച്ചത് കേട്ടോ. ഇതിന് 10 റുപ്യ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ത്രംബകേശ്വര ടെമ്പിളിൻ്റെ ഉള്ളിൽ നമ്മൾ കയറാൻ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ 9 മണി വരെ ദർശനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കയറാൻ പോകുന്നതാണ്. ഇപ്പോൾ പൈസ കൊടുത്തിട്ടുള്ളതും ഫ്രീ ആയിട്ടുള്ളതിലുണ്ട്. പൈസ കൊടുത്താൽ 500, 200 അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ ഫ്രീ ആയാലും കയറാൻ പോകുന്നത് കേട്ടോ. ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോകുന്ന. അപ്പോൾ ഇത് ഫ്രീ ദർശനം കേട്ടോ. ഫ്രീ ദർശനം അത്യാവശ്യം നല്ല ക്യൂ തന്നെ ഉണ്ട് ഇവിടെ കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കയറുന്നതിൻ്റെ ബേക്കിൽ കണ്ടോ, ഇത് ഓരോ ഇതായിട്ട് വിടലാന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ക്യൂ ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് പോകണം. നമുക്ക് ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ആണ്. ഞാൻ മിലിറ്ററിക്കാരോട് ചോദിച്ചില്ല, ഷൂട്ട് ചെയ്തോട്ടെ, ഇനി വലിയ പ്രശ്നമുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട്. നമ്മളോട് ക്യൂ നിൽക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു പട്ടിക്കുട്ടി എന്താ പറയുക, അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത്. അപ്പോൾ വേറൊരു വാവിൽ അതിനെ തോണ്ടി കളിക്കുകയെന്ന്, ചെറുതിനെ പിടിച്ചങ്ങ് വലിക്കുകയെന്ന്. നല്ല രസമുണ്ടായിരുന്നു ആ കാഴ്ചയാണ്. കുറേ സമയം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ നോക്കി. കാരണം അവിടെ ക്യൂ നിന്നൊരു പോസ്റ്റ് അടിക്കില്ല. പക്ഷേ ഇതിവിടുന്ന് പാല് കുടിക്കുന്നത് പറയാം, കറക്റ്റ് ഫീഡിങ് റൂമിൻ്റെ താഴെ നിന്ന് പാല് കൊടുക്കുന്നത്. നമ്മളെല്ലാവരും കൂടി കുറേ ആൾക്കാരോട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. എന്നൊരു അത്ഭുതം പോലെ. അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്ത് നേരെ മുന്നിലേക്ക് പോയി. നമ്മൾ ക്യൂ ആണെങ്കിൽ ഇതാണ് ത്രയംബകേശ്വര ടെമ്പിൾ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ്. അപ്പോൾ ഇതിനടുത്തേക്ക് എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരം ക്ലോസ് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മുകളിൽ ക്യൂ നിന്നിട്ടാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. എന്നിട്ട് നമ്മൾ കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു പെട്ടെന്ന് പാസ് ചെയ്ത് പോകാൻ പറയുന്നുണ്ട്. ത്രയംബകേശ്വര ടെമ്പിളിലെ ശിവൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഭാരതത്തിൽ വെച്ചിട്ട് ശിവൻ്റെ പ്രതിഷ്ഠ 12 ജ്യോതിർലിംഗങ്ങളായിട്ട് ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ ഒന്നാണ് ഈ ത്രയംബകേശ്വര ശിവ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടുത്തെ ശിവന് അത്രക്കാരം ശക്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ശിവഭക്തനായിട്ടുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്നാൽ ഒരു പ്രത്യേക ഒരു മൂഡ് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ടോ ഉള്ളത്. ഇവിടെ നല്ല ചാറ്റൽ മഴയുണ്ട്, നല്ലൊരു ഫീലായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അധികം ആൾക്കാരൊന്നുമില്ല. നമ്മൾ ക്യൂ നിന്നിട്ടുണ്ട്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്, വിശാലമായ സ്ഥലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് എത്തിയത്. പക്ഷെ എന്താ പറയുക, ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ലൊരു രസമുണ്ട് കേട്ടോ.
കുറച്ച് ആൾക്കാർ അമ്പലത്തിൽ പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കിടക്കുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വെജ് പുലാവും പിന്നെ അവിടുത്തെ എന്താ പറയുക പനീർ ബട്ടർ മസാല അങ്ങനെ എന്തോ സാധനമാണ് അത് ഓർഡർ ചെയ്തു. സംഭവം കുഴപ്പമില്ല. ഈ അമ്പലത്തിൻ്റെ പരിസരത്തും കാര്യങ്ങളൊക്കെ വെജ് ഹോട്ടൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ ആ ചുറ്റുവട്ടത്ത് മുഴുവൻ വെജ് ഹോട്ടൽ. പിന്നെ ചിക്കൻ നോൺ വെജ് വേണമെന്നുണ്ടെങ്കിൽ ദൂരെ ഒരു ഹോട്ടലുണ്ട്, ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോകണം.